ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പം എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ആളുടെ പേര് ചാൾസ് എന്നാണ്. സ്റ്റുഡൻറ് വിസയിൽ ഇവിടെ വന്നേക്കുന്നതാണ്. അപ്പോൾ ആൾ എത്തിയിട്ട് ഒരു മാസമല്ലേ? എത്തിയിട്ട് ഒരു മാസമായി. ഒരു മാസമായി, ജൂലൈ 7-നാണ് വന്നത്. അപ്പോൾ ഞാൻ വർക്ക് വിസയിലും ആള് സ്റ്റുഡൻറ് വിസയിലാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വന്നത് രണ്ട് വഴിക്കാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതിനെ കുറിച്ച് ആദ്യം പറയാം. ഞാൻ വന്നത് വർക്ക് വിസയിലാണ്, അതായത് എംപ്ലോയർ നോമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് വിസയിലാണ് വന്നത്. അത് ആക്ച്വലി ഞാൻ ഇവിടെ ഒരു പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ആഡ് കണ്ട് അപ്ലൈ ചെയ്ത് അങ്ങനെ കിട്ടിയതാണ്. കുറച്ച് അധികം നാൾ മുമ്പ് അപ്ലൈ ചെയ്യലും കാര്യങ്ങളൊക്കെ നടന്നതാണ്. പിന്നെ എൻ്റെ കുറേ എൻ്റെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും ഒരു കാര്യമായിട്ട് നോക്കിയിട്ടില്ല. അവരെൻ്റെ നോക്കിയത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളെ കാര്യങ്ങളൊക്കെ നോക്കിയത്. എന്നെ സംബന്ധിച്ച് ഞാൻ ലാസ്റ്റ് ഒരു 10 years ആയിട്ട് ഒരുവിധം, അതായത് വിരലിൽ എണ്ണാവുന്ന കുറച്ച് കമ്പനികൾ ഒഴിച്ച് ബാക്കി എല്ലാ വിദേശ നിർമ്മിത സൂപ്പർ ബൈക്സിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഇന്ത്യയിലും വിദേശത്തുമായിട്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് അവർ മെയിനായിട്ട് നോക്കിയത്. വേറെ IELTS ചോദിച്ചിട്ടില്ല, അതുപോലെ വേറെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് അതൊന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങോട്ട് വരാൻ ചിലവായ എമൗണ്ട് എന്ന് പറയാനായിട്ട് ആകെ കൊച്ചി ടു മെൽബൺ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രമേ ചിലവായിട്ടുള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി സ്പോൺസർഷിപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആക്ച്വലി എനിക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഓസ്ട്രേലിയയിലേക്ക് വരാൻ ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷേ ഇവൻ്റെ കാര്യം വരുമ്പോൾ നേരെ തിരിച്ചാണ്. അവന് IELTS എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുപോലെ കുറേ ഡീറ്റെയിൽസ് എല്ലാം നീ തന്നെ പറഞ്ഞോളൂ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് സ്റ്റുഡൻറ് വിസ വഴിയാണ്. സബ്ക്ലാസ് 500 എന്ന് പറഞ്ഞ സ്റ്റുഡൻറ് വിസ വഴിയാണ്. ആക്ച്വലി ഇവിടെ ബിടെക് കഴിഞ്ഞ് നമുക്ക് IELTS ഇവിടെ എത്താൻ വേണ്ടി, മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി വേണ്ടത് 6.5 ആണ് സ്കോർ. അപ്പോൾ അതുവഴി IDP കൊച്ചി വഴിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻറ് വിസയിലാണ് വന്നത്. അപ്പോൾ മാസ്റ്റേഴ്സ് കോഴ്സ് ചെയ്യുന്നതിന് നല്ലൊരു ഫീസുണ്ട്. ഏകദേശം 8 ലക്ഷം രൂപ അടുത്ത് നമുക്ക് ഓരോ സെമിസ്റ്ററിലും വരുന്നുണ്ട്, മാസ്റ്റർ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യം ഒരു അഡ്വാൻസ് എമൗണ്ട് നമ്മൾ അയച്ച് ഫീസ് റെസിപ്റ്റ് ഒക്കെ കിട്ടി. അതിനുശേഷം നമ്മൾ വിസയ്ക്ക് വേണ്ടി വെക്കുന്നു. അതുപോലെ തന്നെ അത് കഴിയുമ്പോഴേക്കും ഒരു 10-12 ദിവസത്തിനുള്ളിൽ നമുക്ക് വിസ സാങ്ഷനായി വന്നു. അതിനുശേഷം ഞാൻ ജൂലൈ ഇൻടേക്കിലാണ് വന്നത്. അപ്പം ജൂലൈ 7-ാം തീയതിയോടെ ഞാൻ ഇവിടെ എത്തുകയാണ് ചെയ്തത്. പിന്നെ ഇതിന് നമ്മൾ സ്റ്റുഡൻറ് വിസ വരുമ്പം വർക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം എനിക്ക് ഒരാഴ്ച ചെയ്യാൻ പറ്റുന്നത് 24 മണിക്കൂറാണ് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് സെമസ്റ്റർ എൻഡൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ RMIT മെൽബൺ സിറ്റി ക്യാമ്പസ് RMIT യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. നീ അപ്പോൾ ഈ കോഴ്സിന് മുമ്പ് ഇങ്ങോട്ട് വരാനായിട്ട് എന്തായിരുന്നു ചെയ്തത്? അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണോ അതല്ലെങ്കിൽ +2 കഴിഞ്ഞോ? എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്? ഞാൻ BTech ചെയ്തായിരുന്നു, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ട്രിപ്പിൾ എന്ന് പറയും. അപ്പം അതിനുശേഷം ഞാൻ IELTS പഠിച്ചു. അതിനുശേഷം IELTS പാസ്സായതിനു ശേഷം IDP വഴിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. ഞാനും ആക്ച്വലി BTech കഴിഞ്ഞേക്കുന്നതാണ്. പക്ഷേ ഇവിടെ എൻ്റെ കാര്യങ്ങൾ നോക്കിയപ്പോൾ അവർ BTech ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ അതിൻ്റെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും ചോദിച്ചില്ലായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് ലെറ്റർ മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ബുദ്ധിമുട്ടുകളായിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഇവിടെ വരണമെങ്കിൽ നമുക്കൊരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാനുണ്ട്. അത് തിരുവനന്തപുരത്താണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പേപ്പേഴ്സൊക്കെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെഡിബാങ്കിൻ്റെ ഒരു ഇൻഷുറൻസ് ഒക്കെ എടുക്കണം. അതൊക്കെ നമുക്ക് IDP വഴി തന്നെ നമുക്കെല്ലാം ശരിയാക്കി തരുമായിരുന്നു. എന്തായാലും ഞാൻ ഒരു മാസത്തോളം ഇതിൻ്റെ പുറകെയെല്ലാം നടന്നതിന് ഫലമായിട്ടാണ് അവസാനം വിസയ്ക്ക് ഫൈനലി സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചത്. കാരണം അതിന് കുറേ പേപ്പർ വർക്കും കാര്യങ്ങളും, കുറേ പേപ്പേഴ്സ് എല്ലാം ശരിയാക്കണം. SOP ഒക്കെ എഴുതണം. SOP ഒക്കെ ഇപ്പോൾ ഒരു പുതിയ ഫോർമാറ്റിലാണ് വരുന്നത്. അപ്പം നമ്മളതനുസരിച്ച് എഴുതി അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും ഈ ജൂലൈ ഇൻടേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും നല്ലൊരു തണുപ്പ് സമയമാണ് ഇവിടെ. അതുകൊണ്ട് നല്ല ക്ലോത്ത്സ് ഒക്കെ ആയിട്ട് വരിക, വിൻ്ററിന് അനുയോജ്യമായ. എൻ്റെ കേസിൽ എന്ന് പറയാനായിട്ട് ഞാൻ ഡയറക്റ്റ് എംപ്ലോയർക്കായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്. അവരപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഏതെങ്കിലും ഒരു ഏജൻസിനെ കണ്ടുപിടിച്ചിട്ട് വിസ പ്രോസസ്സിങ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നോക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെ നാട്ടിൽ
പല ഏജൻസികളെയും എൻ്റെ വീട്ടിൽ നിന്നുള്ളവർ, എൻ്റെ ഫാദറൊക്കെ പോയിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ അവരെല്ലാം പറഞ്ഞു ഈ വിസ ഫേക്കാണ്, ഇങ്ങനെ ഒരു വിസ ഇല്ല എന്നാണ് പറഞ്ഞത്. ബിക്കോസ് ഞാൻ ആ സമയത്ത് ബഹ്റൈനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു വിസ ഇല്ല, ഇത് ഫേക്കാണ്, പറ്റിപ്പാന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സ്റ്റുഡൻറ്റ് വിസ ആയിരുന്നു ചെയ്ത് പരിചയം. ഇങ്ങനൊരു വിസ ആദ്യമായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ പറഞ്ഞു. പിന്നെ ഡയറക്റ്റ് ഞാൻ എംപ്ലോയറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഇവിടെ നിന്ന് ഒരു ഏജൻസിനെ അറേഞ്ച് ചെയ്തിട്ടാണ് ചെയ്തത്. ഏകദേശം വിസയുടെ പ്രോസസ്സിങ് ഒരു 25 days കൊണ്ട് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് അവിടെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ബഹ്റൈനിൽ നിന്ന് 1 മാസത്തെ റിസൈനേഷൻ ലെറ്റർ ഇട്ടിട്ട് നോട്ടീസ് പീരീഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ എത്തുന്നത് ക്രിസ്മസ് കഴിഞ്ഞ ജനുവരി 1st വീക്കിലാണ് ഞാനിവിടെ എത്തുന്നത്. ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ അതുപോലെ ഈ ഇൻടേക്കിൻ്റെ സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഹൈ ആയിരിക്കും. അപ്പോൾ നോർമലി നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും 1 മാസം മുമ്പേ വരുന്നതായിരിക്കും നല്ലത്. ഫ്ലൈറ്റ് ടിക്കറ്റിന് നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. അതുപോലെ കുറച്ചുകൂടി നല്ല ഫ്ലൈറ്റ് എടുക്കാനും പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ബേസിക് കാര്യങ്ങൾ. ഇനി കൂടുതൽ വിവരങ്ങൾ വെച്ചിട്ടുള്ളൊരു വീഡിയോ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. അതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ശരിക്കും 4 പേരുണ്ട്. 2 പേര് പുറത്ത് പോയിരിക്കണം. ഒരാൾ ജോലിക്ക് പോയിരിക്കുന്നു, ഒരാൾ പള്ളിയിൽ പോയിട്ട് അതിൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിരിക്കുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഈ ഒരു ഏരിയ എന്തുകൊണ്ടൊരു നല്ലൊരു ഏരിയ ആണ്. ക്ലൈമറ്റ് കൊള്ളാം. അതുപോലെ ഇതെൻ്റെ ഒരു 5ാമത്തെ രാജ്യമാണ്. എനിക്ക് ശരിക്കും ഓസ്ട്രേലിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബാക്കി എല്ലാ രാജ്യങ്ങളും വെച്ച് നോക്കുമ്പോൾ. കാര്യം ഇപ്പോൾ ഇത്ര നാളായിട്ടും ഒരു ബോറിങ്ങും ഇല്ല. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് പോവാം. ആരും അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാനും ഇതിനൊന്നുമില്ല. പിന്നെ നല്ല ക്ലൈമറ്റാണ്. നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് നല്ല ക്ലൈമറ്റ്. 1 മാസം മുമ്പൊക്കെ നല്ല ഐസ് പോലെയായിരുന്നു. പക്ഷേ UK-യിലും കാനഡയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഭേദമാണ് ഇവിടെ. നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. എന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെയും വരാം.